ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലത്തെ മുഴുക്ക സംഭവ ബഹുലമാണ്. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ അത്രയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എല്ലാവരും ഭയങ്കര സീരിയസ് ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുമോള് കഴിഞ്ഞ ടാസ്കിൽ കളിച്ചില്ല എന്നുള്ളതിൻ്റെ കുറവ് നികത്താൻ ഇന്നലത്തെ ടാസ്കിൽ മരിച്ചു കിടന്നങ്ങ് കളിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ആകെ ഇച്ചിരി കൊണ്ടേ ഉള്ളൂ. കുരുട്ട് പോലെ ഇരുന്നിട്ട് അത് കാണിക്കുന്ന ബഹും കുരുത്തക്കേട് മുഴുക്ക കുന്നിക്കുരു പോലെ ഉള്ളൂ. ഇന്നലത്തേതിൽ നെവിൻ രാവിലെ തൊട്ട് തന്നെ പെണ്ണെടുത്ത് കിടന്ന് ബഹളം വെക്കാണ്. ഒരു കാര്യം വേണ്ടായോ, എന്തിനൊക്കെയാണ് കിടന്ന് ബഹളം വെക്കണേന്ന് അറിയാൻ വയ്യ. അനീഷും ലക്ഷ്മിയും എന്താണ് അവരുടെ ഗെയിം എന്ന് മനസ്സിലാകുന്നില്ല. അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞങ്ങൾ നല്ല ഗെയിമറാണെന്നോ ഞങ്ങൾക്ക് നിഷ്പക്ഷമാണെന്ന് കാണിക്കാനാണോ ഇതൊന്നും അറിയത്തില്ല. ചില സമയം അനീഷ് ഭയങ്കര കോർ ലെവലിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. പിന്നെ നോക്കുമ്പോൾ അനുമോളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഒരു കാര്യം മനസ്സിലാക്കാം, പയ്യെ അനീഷിൻ്റെ ആ വൃത്തികെട്ട മുഖം ഇങ്ങനെ റിവീലായി പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ വൾഗറായി പുറത്തേക്ക് വരുന്നുണ്ട് അനീഷ് എന്ന വ്യക്തി എന്താണ് എന്നുള്ളത്. അതിൻ്റെ ഒപ്പം അനുമോൾ കളിക്കുന്നില്ല എന്നുള്ള പരാതി മാറിയില്ലേ. ഇന്നലെ നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അനുമോൾ കളിക്കുമ്പോൾ എന്താ എല്ലാവർക്കും വിഷമം വരുന്നതെന്ന് അറിയത്തില്ല. അവൾ PR വെളുത്ത് നിൽക്കുന്നതല്ലേ നിങ്ങളൊക്കെ പറയണം. പിന്നെന്താ, ഈ ഒരാളെ അടിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നെവീനും അനുമോളും തമ്മിലുള്ള ഫൈറ്റിൽ കുലസ്ത്രീ എന്ന് വിളിച്ച് നെവീൻ അപമാനിക്കുന്നതാണ് അനുമോളെ. ഓർത്തോണം, ആദില നൂറയുടെ ഒരു ഏറ്റവും ബാഡ് ക്യാരക്ടറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഷാനവാസുമായിട്ട് അവർക്ക് നല്ല സൗഹൃദമുണ്ട്. ഷാനവാസുമായി സൗഹൃദമുള്ള അവർക്ക് നല്ല സൗഹൃദമാണെങ്കിൽ, ഇനി നല്ല സൗഹൃദം ആറിയ സൗഹൃദം എന്നല്ല, ലൈറ്റായിട്ട് നമുക്കൊരു ഇഷ്ടം അത്രയേ ഉള്ളൂ. അതേസമയം സൗഹൃദം എന്ന് പറയുന്നത് ഡെപ്തിൽ സൗഹൃദം. ഇവർ ഡെപ്തിൽ സൗഹൃദമുള്ളവരാണ്, ഷാനവാസുമായിട്ടായിരുന്നാലും അനുമോളുമായിട്ടായിരുന്നാലും എന്ന് ഷാനവാസും അനുമോളും വിശ്വസിക്കുന്നേ. അവർക്കങ്ങനെ ഇല്ല എന്നുള്ളത് വസ്തുത. അതിൻ്റെ ഉദാഹരണമാണ് ഷാനവാസ് ഒരു മെയിൽ ഷോവോനിസ്റ്റ് എന്ന് പറയുന്നതാണ് ഷാനവാസിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണിഷ്മെൻറ്റ്. കാരണം അയാൾക്ക് അതാണ് ഏറ്റവും ഹേർട്ട് ചെയ്യുന്നൊരു സാധനം. അയാൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന, വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം അയാളെ മെയിൽ ഷോവോനിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ്. സോ ഒരിക്കലും അയാളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല, അയാൾക്കത് ഇഷ്ടമില്ല. അപ്പം അതേ സാധനം തന്നെയാണ് ആദില വീണ്ടും അയാളെ നോവിക്കാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ സുഹൃത്തുക്കളാണോ എനിക്കറിയില്ല. അതേപോലെ തന്നെയാണ് അനുമോളുടെ കേസ്. കുലസ്ത്രീ ആദിലയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും ആദില എന്നത് എത്രത്തോളം ഭയാനകമായ ഒരു വിഷസർപ്പമാണ് എന്നുള്ളത്. അത്രത്തോളം ക്രൂവൽറ്റി അവളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഇന്നലത്തെ ഇതിനകത്ത് മനസ്സിലാകും. മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒന്നാതെ തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ് അനുമോള്. ഗെയിം കളിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞ് അവളിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൾ മരിച്ചങ്ങ് കളിക്കുക ഗെയിമിലേക്ക്. ഒരു ടാസ്ക് ഒന്നും ശരിയായി ചെയ്യുന്നില്ല, അവൾക്ക് PR ആണ് എന്നൊക്കെ പറയുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്ന, അവളുടെ സൈസിന് പറ്റുന്നത് അവൾ ചെയ്യുന്നുണ്ട്. അവിടെയുള്ളതെല്ലാം ഓവർ സൈസാണ്. സ്പെഷ്യലി അതിലെനിക്കൊരു കാര്യത്തിൽ ഭയങ്കര താങ്ക്ഫുൾ തോന്നിയത് ഷാനവാസിൻ്റെ കാര്യത്തിലാണ്. ഷാനവാസ് അങ്ങ് മാറിക്കൊടുത്തു. കാരണം ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടി നടക്കും. അയാൾ ആ പോയിന്റ്സ് വേണ്ടാന്നങ്ങ് വെച്ചു. അത് വളരെ വലിയൊരു കാര്യമാണ്. അയാളെ കൊണ്ട് പറ്റുന്നത് അയാൾ എടുക്കട്ടെ, പറ്റാത്തത് മാറി നിൽക്കട്ടെ. നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയും. ഔട്ടായിക്കോട്ടെ, പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ നിന്ന് ഇടികൂടി സ്വന്തം ശരീരം നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നെവീനുമായിട്ടുള്ള ഫൈറ്റ്, നെവീനുമായിട്ട് ആദിലയും നൂറയും അങ്ങ് യോജിക്കുന്ന വൻ സീനറിയാണ് കാണുന്നത്. അതിനകത്താണ് ആദില എന്ന കുടില കുശാഗ്ര ബുദ്ധിക്കാരിക്ക് എത്രത്തോളം വക്രബുദ്ധി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ എത്രത്തോളം വക്രബുദ്ധിയുടെ ഉടമയാണെന്ന് മനസ്സിലാകാൻ ഇന്നലത്തെ എപ്പിസോഡും കൂടെ കാണുക, അപ്പം മനസ്സിലാക്കും. കാരണം ഒരു അല്പമെങ്കിലും മിനിമം എത്തിക്സ് ഉണ്ടെങ്കിൽ അവൾ അങ്ങനെ ചെയ്യത്തില്ല. മിനിമം എത്തിക്സ് വേണം. നമുക്കൊരു എത്തിക്സ് വേണ്ടായോ? ഇത്രയും ദിവസം കൂട്ടുകാരിയായിരുന്ന ഒരു സ്ത്രീയെ വളരെ വൾഗറായി ആക്രമിച്ച ഒരു വ്യക്തിക്കൊപ്പം പോയിരുന്നു കൊണ്ട് അഹങ്കാരി എന്നും കുലസ്ത്രീ എന്നും ഒക്കെ അവളെ ഏറ്റവും വെറുക്കുന്ന വേർഡുകൾ തന്നെ അവളെ പരാമർശിച്ചുകൊണ്ട് അവളെ ഏറ്റവും മോശപ്പെടുത്താൻ ശ്രമിക്കുന്ന ആദിലയുടെ ശ്രമം ആദിലേക്ക് ദോഷമേ വരത്തുള്ളൂ. ആദില ഔട്ടാകും, അത്രയേ ഉള്ളൂ. പിന്നെ നെവിൻ്റെ കാര്യത്തിൽ, നെവിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെവിൻ സെൽഫ് ഒരു സെക്യൂരിറ്റി ഏർപ്പാടാക്കുക. കാരണം അനുമോൾക്കുള്ള ഫാൻ ഫെയിം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അനുമോളുടെ ഫാൻസൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലെ പിന്നെ ആക്ടേഴ്സിനൊക്കെ ഉള്ള ഫാനില്ല, അതിനേക്കാളും ഡെവിൾ ഫാൻസാണ് ഇവിടെ ഉള്ളത്. അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പെങ്കൊച്ച. അതിനെ ഇമാതിരിയൊക്കെ ചെയ്തിട്ട് നീ വെളിയിലോട്ട് ഇറങ്ങി നീ കേരളത്തിൽ തലപൊക്കി നടക്കത്തില്ലടാ. ഇടി നിനക്ക് കാണുന്നിടത്ത് നിന്നിട്ട് കിട്ടും. അമ്മാതിരി ഇടി കിട്ടാനുള്ള എല്ലാ ചാൻസും നീ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാബു മോൻ ആള് കിട്ടുക.
ഈ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് ഭയങ്കരം. അനീഷിനെ ഇന്നലെ പിടിച്ചിരുത്തുന്ന ഒരു സീനുണ്ട്. ചപ്പ ഒന്നും പറയാനില്ല. അനീഷ് ചിലപ്പോൾ മിക്കവാറും സാബുമോൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങുമെന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ സാബുമോൻ്റെ പ്രകടനം കണ്ടിട്ട് ചിരിച്ച് ഞാൻ മരിച്ചു. അതുമാത്രമല്ല, അത്ഭുതത്തോടെ കൗതുകത്തോടെ ആദില നോക്കുന്നുണ്ട്. സാബുമോൻ, നിങ്ങളോ, നിങ്ങൾക്ക് ഇത്രയും ഇതുണ്ടോ? അങ്ങനെ ഒരു ഫോം ഉണ്ടായിരുന്നു. പിന്നെ അനുവും ലക്ഷ്മിയും തമ്മിലുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അതൊരു ഫുഡിൻ്റെ പേരിലാണ്. ലക്ഷ്മി കുറച്ച് ഓവറായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അനുവിൻ്റെ കൂടെ അത്രയും കയറേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും ദിവസം അനുവിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട്, അനുവിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് കിച്ചൺ കാര്യത്തിൽ അവൾ മിടുക്കിയാണ്, അതിലൊരു തർക്കമില്ല. പിന്നെ അനു അതിനകത്ത് പെർഫോം പറയാൻ, കിച്ചൺ കാര്യത്തിൽ വെറും പൂവറായ ലക്ഷ്മി വലിയ ആളാവുന്നത് സത്യം പറഞ്ഞാൽ ഫീലിംഗ് പൂച്ചം അത്രയേ ഉള്ളൂ. പിന്നെ അനീഷ് അപ്പോൾ അനുവിൻ്റെ ഒപ്പം ചാടി വീഴുന്നത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയെങ്കിലും അവസരവാദിയായ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തതാണ് അനുമോൾക്ക് നല്ലത്. അനുമോൾ തനിച്ച് കളിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ നെവിൻ്റെ ചില ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, അനുവിന് അതറിയാത്തത് കൊണ്ടാണ്. എടാ, എന്താണോ നിന്നോട് അവൻ ചെയ്യുന്നത് അതിനെ നീ തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ച് അവൻ നടക്കുന്ന മാനറിസം നടന്ന് കാണിച്ചാണ്, അവൻ കാണിക്കുന്ന കണക്കുള്ള ഒരു കൊണ അതൊന്ന് തിരിച്ച് കാണിച്ചു കൊടുത്താണ്. അപ്പം ഇവറ്റകളുടെ അഹങ്കാരം അടങ്ങും. ഈ സ്ത്രൈണത ഉണ്ടെന്ന് പറയുന്നത് ഒരു കുറ്റമൊന്നുമല്ല, പക്ഷെ അതങ്ങോട്ട് ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ നല്ല അടിയുടെ കുറവാണ്. ഞാനിതാണ് ഈ ഒരു വിഭാഗത്തിന് എനിക്കങ്ങ് പുച്ഛവും വെറുപ്പും. സ്വന്തമായിട്ട് കുറേ പ്രോബ്ലംസ് ഉള്ളവരാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ ജീവിക്കാൻ നല്ല സ്ട്രഗിൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ ഊനവും കുറവുകളും കാണിക്കുക, അവരെ കളിയാക്കുക, അവരെ മേലേക്ക് കുതിര കയറുക, സത്യം പറഞ്ഞാൽ ഒരു കൾച്ചറില്ലാത്ത ടീമുകളാണ്. അതൊരു അവനിൽ കൂടെ അത് തെളിഞ്ഞു എന്നുള്ളതാണ്. വൃത്തികെട്ട സാധനങ്ങൾ. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ നെവീനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. മേ ബി അത് അനുമോളുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ ഒരു മനുഷ്യത്വപരമായ ഇടപെടലും ആയിരിക്കാം. കാരണം നെവീൻ കാണിക്കുന്നൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് ആക്രമിക്കുക, പൊടി അവൾക്കത് ഫീൽ പോലും ചെയ്യുന്നില്ല കുട്ടിക്ക്. കാരണം അവൾക്ക് അറിയില്ല ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. അനുവിന് കൃത്യമായിട്ട് അറിയുന്നില്ല ഇവനോട് ഇതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ അനു ശരിക്ക് കണ്ട് പൊട്ടിക്കേണ്ട കേസാണത്. നൈറ്റ് ചണ്ട ഉണ്ടാകുന്നു. ജിസേലിനെ പോലെ അനു പ്രവർത്തിക്കുന്നു എന്നാണ് ആദില നൂറയുടെ പക്ഷം. എനിക്കങ്ങനെ ഒരു പക്ഷം തോന്നിയില്ല. അവർ കുക്ക് ചെയ്ത് ചോദിച്ചു, അവൾ പോയി ഉണ്ടാക്കി കൊടുത്തു. അതെൻ്റെ ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മാത്രമല്ല, അനുമോൾ കിച്ചണിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അനുമോൾക്ക് സേഫ്റ്റി. കാരണം അനുമോൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അനുമോൾക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ചില ഒരു ലിമിറ്റേഷൻസ് ഒക്കെ പറയുക, അതിനകത്ത് ഇടപഴകുക അല്ലെങ്കിൽ ഇടപെടുക എന്നൊരു രീതിയുണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു സർക്കിളിൽ നിൽക്കുമ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും സേഫ്റ്റി. എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ ഗെയിമിനെ ബാധിക്കും മോശമായിട്ട്. അവരവിടെ കുക്ക് ചെയ്യാനൊന്നും അല്ലല്ലോ പോയത്. പക്ഷെ പോയടുത്ത് കുക്ക് ചെയ്തൊന്നും പറഞ്ഞൊരു കുറ്റവും ഇല്ല. അനുമോൾ കിച്ചണിൽ കയറുന്നത് ഒരു കുറ്റമായി കണ്ടെത്തുന്നവർ അതൊരു ഗ്രേറ്റായിട്ട് കണക്കാക്കണം. അത് അവളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ പോലും അവൾ അതിലേക്ക് വരാൻ തയ്യാറാകുന്ന ഒരു ചെറിയ കാര്യമല്ല. പിന്നെ ഷാനാസ് പറയുന്നുണ്ട്, നീ മാറി നിന്നാൽ ഞങ്ങൾ പട്ടിണിയൊന്നും കിടക്കില്ലെന്ന്. നന്ദികേടാണത്. ഇത്രയും ദിവസം അവളവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞമ്മിയത് നല്ലപോലെ. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ലക്ഷ്മി ഒരിക്കൽ കാച്ചി കൊടുത്തല്ല ചാമ്പാർ, അതുപോലത്തെ ചാമ്പാർ തിന്നേണ്ടി വന്നു. അവിടെ ഉള്ളതൊക്കെ മേക്കപ്പ് ഇടാനേ കൊള്ളാവൂ. കുക്കിങ്ങിനൊന്നും പറ്റിയ ഒരു സാധനവും അതിനകത്തില്ല. ജിസേലും അനുവും അതിൽ വ്യത്യസ്തരാണ്. അവർക്ക് കുക്കിംഗ് അറിയാം. സർവൈവൽ ടാസ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാനാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഭക്ഷണം തന്നെയാണ്. മനുഷ്യൻ നിലനിൽക്കാൻ ആദ്യം വേണ്ടത് ഭക്ഷണമാണ്, പിന്നെയാണ് വസ്ത്രം വരുന്നത്. അപ്പം അതിനകത്ത് അവർ രണ്ടുപേരും ടാലൻറ്റഡ് ആണെന്ന് ഞാൻ പറയും. ജിസേലും അതെ, അനുമോളും അതെ. ആൻഡ് മറ്റുള്ളവരെ കെയർ ചെയ്യാതെ അതൊക്കെ അവരുടെ ഇഷ്ടം. അക്ബറിൻ്റെ കൂടെയൊക്കെ അടുക്കുന്നതെന്ന് കണ്ടപ്പം ഇപ്പുറത്തുള്ളവർക്കുള്ള വൈരാഗ്യം. ഞാൻ ചോദിക്കട്ടെ, ആദിലേക്ക് പിന്നെ നെവീൻ്റെ കൂടെ അടുത്ത് പോവാമോ? നെവീൻ എത്രത്തോളം അവളെ ഇൻസൾട്ട് ചെയ്യുന്നു, സ്വന്തം കൂട്ടുകാരിയല്ലേ. ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ഗെയിമിൽ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായാൽ മറ്റെട്ട് പേരും കൂടെ ചേർന്ന് എന്തിനത് അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന് അന്വേഷിച്ച് അന്യായങ്ങൾ പറഞ്ഞ് അവിടെ ആരാണോ തെറ്റുകാർ അവരെ നീക്കി നിർത്തി ശരിക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ മെസ്സേജാണ് നമുക്കവർ തരിക. ഇതിലെ അന്യായങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്താണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മളുടെ വോട്ടിങ്ങും ഉണ്ടാവും. അത് നമ്മളിലേക്ക് ഇട്ട് തരുമ്പോൾ നമുക്കതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് അവിടെ നടക്കുക. അതിന് പകരം അവിടെ കോൺട്രൈസ് ചെയ്യപ്പെടുകയാണ്. നെവീൻ അനുമോളുടെ സാധനം എറിയാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഷാനവാസ് മാത്രമാണ് പറയണത് നെവീനെ ചെയ്യരുത് എന്ന്. ചൂടാകുന്നില്ല, കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. തിരിച്ച് ഒരു ഒരു അടിമ ആയിട്ട് അനുമോൾ നിൽക്കില്ല എന്ന് ഷാനവാസിന് അറിയാം. ഷാനവാസിന് അടിമകളെയാണല്ലോ വേണ്ട, അത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ സംസാരമില്ല. പക്ഷേ ആദിലേക്കും നൂറയ്ക്കും പ്രവർത്തിക്കാം. ലക്ഷ്മി പറയുന്നത് കണക്ക് ആദിലേയും നൂറയും പറഞ്ഞു കണ്ടില്ല.
ഇനി നമുക്ക് മറ്റൊരു ടാസ്ക് ഉണ്ടല്ലോ, ഈ എയർപോർട്ടിൽ നിന്ന് സാധനം വരുന്ന കണക്കുള്ളൊരു ബെൽറ്റിൽ കൂടെ സാധനം വരുന്നു, പാവയെ വരുന്നു, അതിനെ പിടിക്കുക എന്നുള്ളത്. അനുമോളുടെ കരച്ചിൽ കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് എൻ്റെ പാട്ടിന് പോയി. അവൾ പറയുന്നതൊക്കെ മുഴുക്ക ന്യായമാണ്. വിമൺ കാർഡ് ഇറക്കുന്നത് എന്ത്? വിമൺ കാർഡ് ഇറക്കൂലേ? പിന്നെ അവനെ വിശ്വസിച്ച് ആര് വീട്ടിൽ കയറ്റും? അവൻ്റെ ഉമ്മ പറഞ്ഞത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അക്ബറിനെയൊക്കെ ആരാണ് വീട്ടിൽ കയറ്റുന്നത് വിശ്വസിച്ചിട്ട്? അവൻ്റെ നോട്ടമേ ശരിയല്ലെന്ന് വെരി ബിഗിനിങ് തൊട്ടേ അനുമോള് പറയുന്നുണ്ട്. അവൻ കിട്ടിയ അവസരം ശരിക്കും അങ്ങ് ഉപയോഗിച്ചു. അവനത് ലക്ഷ്മിയുടെ പറയിലാണ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഗെയിം ഇട്ടിട്ട് ഇറങ്ങും. അവൾ പറ്റിച്ചിട്ടുണ്ടാവും അക്ബറിനെ. പട്ടി ഷോ ഇരുന്ന് കാണിക്കുന്നുണ്ട് അക്ബർ. അനുമോളെ മഹാമോശമായിട്ടാണ് അവൻ ബിഹേവ് ചെയ്തത്. ഞാൻ വിചാരിച്ച അനുമോള് ചത്തു പോകുന്നു. അമ്മാതിരി അവൻ കിടക്കുകയാണ് പെൺകുട്ടിയുടെ പുറത്തേക്ക്. എന്തൊരു ഷോയാണ്. ഷാനവാസ് മാറിയിരിക്കുന്നുണ്ടല്ലേ. ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ? എടാ നീ സെർഗോയുടെ സ്വന്തം ആളല്ലേടാ ലവലാതി. ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ചെയ്യാൻ നീ വീട്ടിൽ പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തെളിവാണത്. അത് ഞാൻ കണ്ട്. ഇത്രയും നാളിന് ശേഷം പെണ്ണുമ്പുള വന്നപ്പോഴത്തേക്ക് അവളുടെ അടുത്ത് നീ പോയാണ് ഒരു പുച്ഛഭാവം. ഇവരുടെ കൂടെ ജീവിക്കാൻ തയ്യാറായ ആ പെണ്ണ് പറഞ്ഞാൽ മതി, ഒന്നും പറയാനില്ല. അമ്മാതിരി ഒരു വൃത്തികെട്ട സാധനമാണ് അക്ബർ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പേഴ്സണാണ്. അത് ഇന്നലെ തെളിയിച്ച്. ഇത്രയൊക്കെ ആയി ആ പെങ്കൊച്ച് കരയുന്നു, മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു. മൂക്ക് തട്ടിയിട്ട് ബ്ലീഡിങ് വന്നതാണോ? ഈ ചിലർക്ക് പ്രഷർ കൂടുമ്പം ബ്ലീഡിങ് വരും. എനിക്ക് വരാറുണ്ട്. പ്രഷർ ഹൈ ആയി കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അതാണോ എന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. മൂക്ക് തട്ടിയിട്ട് രക്തം വരുന്നതായിരിക്കത്തില്ല, പ്രഷർ ഹൈ ആയിട്ട് കുട്ടിക്ക് രക്തം വരുന്നതായിരിക്കും. അതിന് പോലും ഒരു സോറി പറയുന്നില്ല. താൻ മൂലമല്ലേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതുപോലും പറയാതെ ധാർഷ്ട്യത്തോടു കൂടി അങ്ങനെ കടന്നങ്ങ് തിളക്കിയാണ്. ഒരു വൃത്തികെട്ട സാധനം. എനിക്കതാണ് അക്ബറിനെ തോന്നിയത്. സോ എനിക്ക് ഇന്നലെ കണ്ടപ്പം ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. നെവിൻ്റെ അവസ്ഥ. നെവിൻ ഈ പ്രാവശ്യം എവിക്റ്റ് ആവും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അവൻ എവിക്ഷനിലുണ്ടെങ്കിൽ, എവിക്ഷൻ നോമിനേഷൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിക്ഷൻ നോമിനേഷനിലുണ്ടെങ്കിൽ ഈ ആഴ്ച പുറത്തേക്ക് വന്നോളൂ. നുള്ളി പറക്കി കെട്ടിയിട്ടുണ്ട്. ഒരുമാതിരി പട്ടി ഷോ കാണിക്കുന്ന വൃത്തികെട്ട അതങ്ങ് മാറിക്കോളൂ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക.